ഒരു കുടുംബത്തെ മൊത്തം കൊന്നിട്ടുള്ള അഫാന്റെ കേസിൽ ഞാനിട്ട വീഡിയോയുടെ അടിയിൽ വന്നൊരു കമന്റാണിത്. നിങ്ങൾ ഇവനെ സപ്പോർട്ട് ചെയ്യോ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കോ അതൊന്നും എൻ്റെ വിഷയമല്ല. നിങ്ങൾ ഈ പറയുന്ന കഞ്ചാവല്ല എന്നാണ്. കഞ്ചാവ് എന്നൊരൊറ്റ വാക്കുമയാണ് നിങ്ങൾ പിടിച്ചിട്ടുള്ളത്. കുറേ പേര് പിടിച്ചിട്ടുണ്ട് കഞ്ചാവല്ല കഞ്ചാവല്ല. അപ്പം നിങ്ങളെല്ലാവരും കഞ്ചാവ് ഉപയോഗിക്കുന്നവരാണോ? കഞ്ചാവ് ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് അപ്പം അന്വേഷണം വേണ്ടി വരുമല്ലോ. കഞ്ചാവ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് അങ്ങ് കൊള്ളണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കഞ്ചാവ് ഉപയോഗിക്കുന്നവരാണ്. ഞാൻ കഞ്ചാവാണ് എന്ന് പറയാൻ കാരണം അവൻ ആഹാരത്തിൽ അവൻ ചാവാൻ വേണ്ടി അളവിലല്ല വിഷം കഴിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാവരെയും അടിച്ച് വളരെ മൃഗീയമായി കൊന്ന ഇവന് മരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത് എലിവിഷം. എന്നാൽ എലിവിഷം ഇവന് മരിക്കാൻ വേണ്ട അളവിൽ ഇവൻ കഴിച്ചതുമില്ല. കാരണം കഞ്ചാവില് ഈ പറയുന്ന എലിവിഷം ചേർക്കുന്നുണ്ടെന്ന് എത്ര പേർക്കറിയാം? ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നവർക്കറിയാമോ? ഒരളവ് കഞ്ചാവില് എലിവിഷം ചേർക്കുന്നുണ്ട്. ഒരുപക്ഷെ കഞ്ചാവ് കിട്ടാത്തതുകൊണ്ടായിരിക്കും ഇവൻ എലിവിഷത്തിന്റെ ഒരു അംശം കഴിച്ചത്. ചാവാനാണെങ്കിൽ വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്. എലിവിഷം അല്ലാതെ വേറെ എന്തൊക്കെ വിഷങ്ങൾ കിട്ടാനുണ്ട്. അതുമാത്രമല്ല ഹാങ് ചെയ്യാം. ഇതൊന്നും ചെയ്തില്ല അവൻ. ഇത് കഴിച്ച ഉടനടി എല്ലാവരും കൊന്നു ഉറപ്പ് വരുത്തി ഇവൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുക ചെയ്തത്. റാൻഡംലി ജോലി സ്ഥലത്താണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും ഇവരെ പോലുള്ളവരുടെയൊക്കെ ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ ഇവനൊക്കെ ഏതൊക്കെ ഡ്രഗാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ജോലി ഉണ്ടാവില്ല, ഈ കിടന്ന് കിണി ഉണ്ടാവില്ല. ഞാൻ ഒരു കമന്റിന് പോലും റിപ്ലൈ വീഡിയോ ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ ഇവനെപ്പോലെ ഉള്ളവരടുത്തൊന്നും റിപ്ലൈ വീഡിയോ ചെയ്യാണ്ടിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതുപോലുള്ളവരാണ് ഡ്രഗ് കിട്ടാണ്ടാവുമ്പോൾ വീട്ടിലുള്ളവരെ ആക്രമിക്കുന്നത്. കാരണം പൈസയ്ക്ക് വേണ്ടി ഇവരെ ആക്രമിച്ച എത്രയോ കേസുകളാണ് വന്നിട്ടുള്ളത്. ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസം കൂടി വന്നിട്ടുണ്ട്. ഡ്രഗ് കിട്ടാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഡ്രഗ് മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഉമ്മാനെ സഹോദരിനെയും അടിക്കുക, തല്ല, ഉമ്മാടെ 4 പല്ലാണ് ഇളക്കിക്കളഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ളവരെ നിങ്ങൾ ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഇവൻ ഇനി ഒന്നും അടിച്ചിട്ടല്ല ഇത്രയും ക്രൈം ചെയ്തതെങ്കിൽ അവൻ കൊടും കുറ്റവാളിയാണ്. അത്രയ്ക്ക് ദണ്ണമാണെങ്കിലേ നിന്റെ പെങ്ങളെ അങ്ങോട്ട് കെട്ടിച്ചെടുക്കുക, എന്നിട്ട് അളിയാന്ന് വിളി.